ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് വേറെ എങ്ങോട്ടല്ല, 10-ാം തീയതി ഡിസംബർ 10-ാം തീയതി നമ്മുടെ പിറന്നാളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് സാരി എടുക്കണം. സെറ്റ് സാരി എടുക്കാൻ നമ്മൾ വേറെ എവിടേക്കല്ല പോകുന്നത്, നമ്മുടെ സ്വന്തം കൈത്തറി ഗ്രാമമായ കുത്താമ്പളിക്കാണ് പോണത്. നമ്മുടെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു ഒപ്പം പഠിച്ച ഒരു ഫ്രണ്ടിൻ്റെ കടയുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നല്ല കളക്ഷൻസും ഒക്കെ നോക്കിയിട്ട് നല്ലൊരു സാരി നോക്കി ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ, വൈകുന്നേരത്ത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോവല്ലേ? നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, കുറച്ച് മഴ പെയ്യണ്ടേ. അപ്പോൾ നമ്മൾ കുത്താമ്പള്ളി എത്തി ഓൾറെഡി, കാരണം എൻ്റെ വീട് അതിനടുത്താണ് കേട്ടോ. എൻ്റെ വീട് അതിനടുത്തായതുകൊണ്ട് ഞങ്ങൾ കുത്താമ്പള്ളി എത്തിയത്. നമ്മൾ ഏകദേശം അവിടെ കൈത്തറി ഗ്രാമമാണ്, ഇതൊക്കെ മൊത്തം കൈത്തറിയാണ്. ഇവിടെ നമ്മൾ എത്താൻ പോകുന്ന മകം ഹാൻഡ്ലൂംസ്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ കട. നമ്മളവിടെ എത്തി കേട്ടോ, കടയുടെ മുമ്പിലെത്തി. ഇതാണ് മകം ഹാൻഡ്ലൂംസ്. നമ്മളിവിടെ വണ്ടി നിർത്തുകയാണ്, പാർക്കിംഗ്. എല്ലാവരും കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ കടയിലേക്ക് വണ്ടിയിൽ ഇറങ്ങി കടയിലേക്ക് കയറി നിൽക്കാൻ കേട്ടോ. നല്ല സാരികളൊക്കെ ഉണ്ട്, നല്ല ഡിസ്പ്ലേ തന്നെ നോക്കിക്കോളൂ. എൻ്റെ ഒപ്പം പഠിച്ച ഫ്രണ്ടിൻ്റെ കടയാണ് മകം ഹാൻഡ്ലൂംസ്. നമ്മുടെ കുത്താമ്പള്ളി തെരുവിലേക്ക് പോകുന്ന വഴിയാണിത് മകം ഹാൻഡ്ലൂംസ്. മകം സാരീസാണ്, കൈത്തറി, ഉള്ളിൽ കൈത്തറി സാരിയൊക്കെ നമുക്ക് കാണാം. ഞാൻ കടയുടെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. കടയുടെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ സെലക്ട് ചെയ്യല്ലേ, ഏതാ വേണ്ടേ? ഇപ്പം തന്നെ മൂപ്പരുടെ സാരിയൊക്കെ നോക്കി തുടങ്ങിയിട്ടോ. സെറ്റിൽമെൻ്റ് സാരിയൊക്കെ കൈത്തറി. ഇതൊക്കെ സെറ്റ് സാരീസ് ആവും അല്ലേ? ഇത് സെറ്റ് മുണ്ടുകളാണ്. ഇതൊക്കെ കാണുന്നതൊക്കെ സെറ്റ് മുണ്ടുകളാണ്. നല്ല കസവിൻ്റെ സെറ്റ് മുണ്ടുകൾ. ഇതാണ് നല്ല സെറ്റ് മുണ്ടുകൾ. എത്ര സെറ്റ് മുണ്ടൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസ്? 300 മുകളിലേക്ക് 300-ലാണ് സ്റ്റാർട്ടിങ്. കൈത്തറിക്ക് റേറ്റ് കൂടും കേട്ടോ. കൈത്തറിക്ക് 1000 സംതിങ് ആണ് സ്റ്റാർട്ടിങ് തോന്നുന്നു അല്ലേ? അപ്പോൾ നമ്മൾ മുകളിലേക്ക് സെലക്ഷൻ നോക്കാൻ വേണ്ടി കയറുകയാണ്. അതാണ് എൻ്റെ മക്കൾ അവിടെ കിടന്നിട്ട് വെപ്പറം അടിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് മുകളിലേക്ക് പോവാം. ശരിക്കൊരു നിലവറയാണ് കേട്ടോ. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലാണ്. അതാ നമുക്ക് ഹോൾസെയിൽ കാര്യങ്ങളാണ്. അവർ നെയ്ത് ഇവിടെ സെറ്റാക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. തപ്പിക്കൊണ്ടിരിക്കാനല്ലേ, ഗംഭീര തപ്പലാണ്. ഇത് പവർ റൂം സെക്ഷനാണ് ഇപ്പോൾ നോക്കുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് ഇങ്ങനെ താഴത്താണ് മെയിൻ ഷോപ്പിൻ്റെ. ഇത് ഗോഡൗണുമായിരുന്നു. കലങ്കാരി ഡിസൈൻസ് ഇപ്പത്തിൻ്റെ ട്രെൻഡ് പോയത് കലങ്കാരിയുടെ വേറെ ഉണ്ട് കേട്ടോ. കലങ്കാരിയുടെ മൊത്തം പവർ ലൂംസാണ്.
ഇതൊക്കെ സെറ്റ് കൊണ്ടുപോകാൻ സെറ്റ് സാരി ഇതൊക്കെ നമ്മള് ഇപ്പം കല്യാണത്തിനൊക്കെ ഓരോ ഇതുണ്ടാവില്ലേ, അപ്പോൾ 10-20 സാരി വേണമെങ്കിൽ ഒറ്റയടിക്ക് ഒരു കടയിൽ നിന്ന് തന്നെ വന്ന് എടുക്കാം. സെയിം കളറ് ഓരോ കോഡ് വെച്ച് ഡ്രസ് കോഡൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ കല്യാണത്തിന്, അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വന്നിട്ട് 20 സാരി 30 സാരി എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി തന്നെ ഒരു എല്ലാം ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം നെയ്ത് കൊണ്ടുവന്ന് വെക്കുകയാണ്. കാരണം സ്റ്റോക്ക് ആവശ്യമുള്ള കടയിലേക്ക് വിൽക്കുക. ബാക്കിയുള്ളത് മെഷീനിൽ ചെയ്യുന്നതാണ്. അപ്പോൾ കല്യാണ ഫംഗ്ഷനൊക്കെ എല്ലാവരും കൂടി വരിക അല്ലേ? അത്യാവശ്യം ഇത് ഉള്ളിൽ നമ്മളിപ്പോഴും ഉള്ളിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് മെയിൻ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. അത് സൈഡിൽ ഇങ്ങനെ ഒതുക്കി വെച്ച് കയറുമ്പോൾ നോക്കിയെന്ന് മാത്രം. അതൊരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. ഇതെന്താ വെച്ചാൽ മുന്താണി ഹെവി വർക്ക് വരുന്നതാണ്. മുന്താണി ഹെവി വർക്ക് അല്ലേ? മുന്താണി ഇങ്ങനെ ഹെവി ആയിട്ട് വർക്ക് വരും. പിന്നെ അതിൻ്റെ സൈഡ് ബോർഡറിലേക്കാണ് ഈ വർക്ക് വരും. ബോർഡർ ഇത് കുഞ്ഞിലൊക്കെ കെട്ടിയിട്ട് ചെയ്യണം. അടിപൊളി ഡിസൈൻസ് ആണ്. ഇപ്പം നമുക്ക് കളറാണ്, കസവിൻ്റെ കളറാണല്ലേ. നമുക്ക് വേണ്ടി ഓരോന്നും എടുത്ത് കാണിച്ചു തന്നിട്ടോ. ഇത് നമ്മുടെ ഫ്രണ്ടാണ് ബാബു. നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. ഇതാ കണ്ടോളൂ. ഇതാണ് നമ്മുടെ മകം ഹാൻഡ്ലൂംസിൻ്റെ മുകളിലത്തെ നിലവറ. കട എന്ന് പറയുന്നത് നിലവറ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് സാരി മാത്രമേ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ഒരു 10,000 വെറൈറ്റീസ് ഉണ്ടാവും. അത് കംപ്ലീറ്റ് സാരി മാത്രമേ ഉള്ളൂ. കഷ്ടിച്ചൊരു 5000 വെറൈറ്റിയോളം ഉണ്ടാ എന്നാണ് നമ്മുടെ ബാബു പറയുന്നത്. ഡിസൈൻസ് ഇതാ നോക്കിക്കോളൂ. പിന്നെ നോക്ക്, ഹെവി ഡിസൈൻ. ഇതൊക്കെ ആണെങ്കിൽ ഹാൻഡ്ലൂം സാരി. ഇത് ഹാൻഡ്ലൂമിൻ്റെ വെഡ്ഡിങ് സാരി ആയിട്ട് വരുന്നത്. വെഡ്ഡിങ് സാരി ഫുൾ ബൊക്കേഡ് കാഞ്ചീപുരം സിൽക്ക് ടൈപ്പ് വരുന്ന നമ്മുടെ കേരള ട്രഡീഷണൽ ആയിട്ട്. മാസ്ക് ഹാൻഡ്ലൂമിൽ വരുന്ന സാരി ഫുള്ളും ബൊക്കേഡ്. സാരി ഫുള്ളും ബൊക്കേഡ് വർക്ക് വരും. ബൊക്ക വർക്കാണ് വരുന്നത് കംപ്ലീറ്റ്. ഫുള്ളുണ്ട് സാരി ഫുള്ളുണ്ട്. മുന്താണി ഇതിൻ്റെ മുന്താണിയാണ് ഈ ലൈൻ സാരി. ഇത് എന്ത് റേറ്റ് വരുന്നുണ്ട് ബാബു? ഇത് നമ്മുടെ ഇവിടുത്തെ റേറ്റ് ഒരു 18,000 സംതിങ്. ഇത് 18,000 രൂപയുടെ സെറ്റ് സാരിയാണ്. അതായത് വെഡ്ഡിങ് സാരിയാണ്. അതായത് ഹാൻഡ്ലൂമിൻ്റെ കൈത്തറിയാണ്. നല്ല അടിപൊളി കസവാണ്. കണ്ടാൽ തന്നെ അറിയാം. നല്ല വർക്ക്, നല്ല വർക്ക്. ഇതിൽ നിങ്ങൾക്ക് ഏത് വർക്ക് നിങ്ങൾ പറഞ്ഞാലും 20 ദിവസം സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും. എന്താണ് ബാബു? ഏത് വർക്കും ഏത് ഡിസൈൻ ഉണ്ടെങ്കിലും 20 ദിവസത്തിൽ ചെയ്തു തരാൻ പറ്റും. 20 ദിവസം സമയം തരാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഡിസൈൻ ആക്കി ചെയ്തു തരാം. ചെയ്തു തരും അല്ലേ? ആ ഉള്ളത്തെ ഡിസൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റണം എന്ന് പറഞ്ഞാലും അതായത് ഡിസൈൻ ഇഷ്ടമുള്ള പോലെ ഈ സാരി തന്നെ ഇപ്പം നമ്മൾ എടുത്തിട്ട് നമുക്ക് അവർക്ക് നമ്മൾ ഏതെങ്കിലും ഒരു വർക്ക് അതിന് ചെയ്യാൻ കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇതിൽ ഇമ്പ്രൂവ്മെന്റിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരത് 20 ദിവസത്തിനുള്ളിൽ ചെയ്തു തരും. ഇതിപ്പോൾ ഒരു സാരിയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ കുറേ ഉണ്ട്. റേറ്റ് കുറഞ്ഞതും വർക്ക് കുറഞ്ഞതും ഒക്കെ ഉണ്ട്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്തു തരാമെന്നാണ് പറയുന്നത്. ഇത് 4000 രൂപ ബഡ്ജറ്റിൽ വരുന്നതാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ഹോൾസെയിൽ കല്യാണം വർക്കൊക്കെ എടുക്കുകയാണ്, കല്യാണത്തിൻ്റെ സാരിയൊക്കെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങളും മാറ്റങ്ങളും ഉണ്ടാവും. കാരണം ഹോൾസെയിൽ, റീറ്റെയിൽ എല്ലാം ഉണ്ട് ഇവിടെ. ഹാൻഡ്ലൂം നമുക്ക് കൂടുതലും വേണ്ട ഹാൻഡ്ലൂമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ തനിമയാണ് ഹാൻഡ്ലൂം. പവർലൂമിലാണ് അല്ലേ? സിൽവർ കോമ്പിനേഷൻ
ഇത് സിൽവർ കോമ്പിനേഷനാണ്. ബാബുത്തിന്റെ നമ്മുടെ ഇത് ആക്ച്വലി 700 രൂപ ബഡ്ജറ്റിൽ വരുന്ന ഹാൻഡ്ലൂമാണ് ഇതാണ്. അല്ല ഇത് ബ്രൈഡൽ അല്ലേ? 5000 രൂപയോളം ബഡ്ജറ്റ് വരുന്ന ബ്രൈഡൽ സാരിയുടെ സിൽവർ കളറ്. അപ്പോൾ ഇതൊന്നുമല്ല, നമുക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് ഇനിയും കാണാണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ അവരെ ബുദ്ധിമുട്ടിക്കണ മാതിരിയാവും. ഒരു സാരി എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ നമ്മള്. ഇതൊക്കെ മറ്റേ കസവല്ലേ, കംപ്ലീറ്റ് കസവല്ലേ? ഇതെല്ലാം കസവിൻ്റെയാണ്. ഇതൊക്കെ ഈ ഹാൻഡ്ലൂമിൻ്റെ ബ്രൈഡൽ ടൈപ്പ് ഉണ്ട്, സാധാരണ നോർമൽ ടൈപ്പ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ വീതി കസവിൻ്റെ വീതിക്കനുസരിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ 4 ഇഞ്ച് 3 ഇഞ്ച് കസവ് വീതി വേണം. സാധാരണ നമ്മൾ ഇതിപ്പോൾ എത്ര ഇഞ്ച്? ഇതിപ്പോൾ 5 ഇഞ്ച് വരണമായിരിക്കും. 5 ഇഞ്ച് വരുന്ന സാരിയാണ്. സെറ്റ് സാരി ഉണ്ട്. സെറ്റ് സാരി കസവ്. അതായത് ഒരു 3 ഇഞ്ച് കൈത്തറി. 3 ഇഞ്ച് മുതൽ ഒരു 10 ഇഞ്ച് വരെ വരാം. 3 ഇഞ്ച് മുതൽ 10 ഇഞ്ച് വരെ നെയ്യാന്നാണ് അവർ പറയണത്. പ്രൈസ് 2500 രൂപ റേഞ്ചിൽ വരും. 2500. ഇതിൻ്റെ വൈറ്റ് ആകുമ്പോൾ ഹാൻഡ്ലൂമിൻ്റെ വൈറ്റ് ആകുമ്പോൾ ഒരു 2000 ഉള്ളിൽ വരും. ഒരു 1500 1800 ആ റേഞ്ചിൽ വരണം. പക്ക വെയിറ്റ് ആകുമ്പോൾ അല്ലേ? നമ്മുടെ കേരള ട്രഡീഷണൽ ക്രീം കളർ. വൈറ്റ് അല്ല, ക്രീം കളറ്. ഇതൊക്കെ എംബ്രോയിഡറി ടൈപ്പ് അടിപൊളി ഡിസൈനാണ് കേട്ടോ. ഹാൻഡ്ലൂം തന്നെയല്ലേ? ഇത് പവർലൂം അല്ലേ? ഹാൻഡ്ലൂം അല്ലാതെ പവർലൂമിൽ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഹാൻഡ്ലൂമിൽ പക്ക ട്രഡീഷണൽ വർക്കുകൾ കൂടുതൽ അല്ലേ? കാരണം മെഷീനിലാവുമ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് ഹാൻഡ്ലൂം ചെയ്യാനുള്ള ആൾക്കാർ കുറച്ച് കുറഞ്ഞു വരും. അതുകൊണ്ട് നമുക്ക് പണ്ടത്തെ മാതിരി ഹാൻഡ്ലൂമിൽ വർക്കേഴ്സ് കുറവാണ്. അപ്പോൾ എന്താ വെച്ചാൽ റയർ ആയിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളും മാത്രം കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. അതായത് എല്ലാ മേഖലയും സംഭവിക്കണ മാതിരി ഇപ്പോൾ ഹാൻഡ്ലൂം കംപ്ലീറ്റ് എല്ലാം ഇപ്പോഴത്തെ തലമുറ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഹാൻഡ്ലൂമിൻ്റെ ഒരു 100% ഒരു 50% കുറവിപ്പുണ്ട്. എന്നുവെച്ചാൽ പ്രൊഡക്ഷനും കുറവാണ്, അതിൻ്റെ ഡിസൈൻസ് എല്ലാം. അതിനനുസരിച്ച് അത് ഉണ്ടാക്കാനുള്ള ആൾക്കാർ, അത് നെയ്തെടുക്കാനുള്ള ആൾക്കാരും കുറവാണ്. ഇപ്പോൾ കംപ്ലീറ്റ് മെഷീനിലേക്കാണ് പോകുന്നത്. അതേമാതിരി തന്നെ നമ്മുടെ പ്രാചീനമായിട്ടുള്ള കൈത്തറിയൊക്കെ അത് നമ്മുടെ കേരളത്തിലായിരിക്കും അല്ലേ? പുറത്തുനിന്ന് ഇഷ്ടംപോലെ പേരുണ്ടാവൂലേ ഹാൻഡ്ലൂം അന്വേഷിച്ചിട്ട്? പിന്നെ പുറത്തുനിന്നും വരുന്നുണ്ട്. എന്താ വെച്ചാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ റാക്ക് കംപ്ലീറ്റ് സെക്ഷൻ ഫുള്ളായിട്ട് ഹാൻഡ്ലൂം വെക്കുന്ന സമയമാണ്. ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഡിസൈൻസ് കുറവായിട്ട് ഉള്ളതാണ്. എന്നാലും നമ്മളുടെ വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ കുറച്ചും കൂടി എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് എല്ലാ ഡിസൈനിലും എല്ലാ വെറൈറ്റീസിലും ഉണ്ടാവുന്നതാണ്. അത് ഇപ്പോൾ ഈ കോവിഡ് കാലം ആയതുകൊണ്ട് ഇപ്പോൾ കാരണം സെയിൽസ് കുറവാണ്. കാരണം ഇപ്പോൾ ആൾക്കാരും വരുന്നില്ല. അപ്പോൾ കുറേ മാർക്കറ്റിംഗ് കുറവാണ്. അപ്പോൾ സ്റ്റോക്ക് കുറച്ചിരിക്കണം. കുറേ എടുത്താലും തുണികളായതുകൊണ്ട് ഒരു സ്റ്റോക്കല്ല. എന്താ വെച്ചാൽ നമുക്ക് പ്രൊഡക്ഷൻ ഇതെന്താ വെച്ചാൽ ഒരു സാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ 5000 രൂപ 4000 രൂപ റേഞ്ച് വരും. എക്സ്പെൻസ് വരുന്നുണ്ട്. ഒരു സാരി ചെയ്യാൻ 3 ദിവസമാകും. ഒരാൾക്ക് ഇതിന് കൂലി കൊടുക്കണമെങ്കിൽ 800 രൂപ 900 രൂപ കൂലി കൊടുക്കും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു ഇത് നെയ്ത് വെച്ചിട്ട് ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു 10 സാരി 5000 രൂപ 10 സാരി 50000 വരും. നമുക്കും ചെയ്ത് വെക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ സെയിലില്ല. ആ ഒരു ഭയങ്കര കോവിഡ് എല്ലാവർക്കും വായിച്ച മാതിരി ഇവർക്കും ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് റേക്കൊക്കെ ചെറുതായിട്ട് കാലിയായിട്ട് കാണുന്നത്. പക്ഷേ എന്നിട്ടും അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്. ഇവിടെ മാത്രമല്ല നമ്മൾ താഴ്ത്തും കണ്ടുവരുന്ന വഴിക്ക്. കാരണം നമുക്ക് പവർലൂംസിൽ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. അതിലൊന്നും കുറവായിട്ടില്ല. ഹാൻഡ്ലൂം മാത്രം നമുക്ക് കുറച്ച് കുറവായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഇത് പവർലൂം ഇത് പവർലൂം ഡിസൈൻസ് ആണ് കേട്ടോ. പവർലൂം ഡിസൈൻസുകൾ കൂടുതലാണ്. ഇതിന് ഒന്ന് നല്ലൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഹാൻഡ്ലൂമിൽ ചെയ്തു കൊടുക്കും അല്ലേ? ഇത് പ്രിന്റഡ് ആണ്. ഇത് പ്രിന്റഡ് ഒന്നും ഹാൻഡ്ലൂമിൽ ചെയ്യാൻ പറ്റില്ല. നൂല് വന്നിട്ട് ഭയങ്കര ലേസ് ആയിട്ടുള്ള നൂലാണ്. അപ്പോൾ നമുക്ക് അതിൽ കുറച്ചും കൂടി ഹാർഡാക്കി കഴിഞ്ഞാൽ നൂല് പൊട്ടാ. പിന്നെ അതേപോലെ അതിൽ കുറച്ച് ഫിനിഷിങ് പോകാതൊക്കെ. പക്ഷെ അത് എന്നും അതുപോലെ തന്നെ ഇരിക്കും. ഇത് നിങ്ങളൊരു 10 കൊല്ലം യൂസ് ചെയ്തിട്ട് കൊണ്ടുവന്നാലും ആ സാരി അങ്ങനെ ഉണ്ടാവും. കസവിനൊക്കെ ചെറുതുണ്ടാവുള്ളൂ. എന്താ വെച്ചാൽ ഹാൻഡ്ലൂം യൂസ് ചെയ്യുന്നതോറും ക്വാളിറ്റി കൂടി പവർലൂം യൂസ് ചെയ്യുന്നതോറും ക്വാളിറ്റി കുറഞ്ഞു. ഇതാണ് അതിന്റെ ശരിക്കുള്ള ഒരു വ്യത്യാസം. ഹാൻഡ്ലൂം ആകുമ്പോൾ എത്ര കാലം വേണമെങ്കിലും വെക്കാം. ഹാൻഡ്ലൂം യൂസ് ചെയ്തവരെ ഹാൻഡ്ലൂമേ യൂസ് ചെയ്യുള്ളൂ. അതിന്റെ അതെ അതെ ഭയങ്കര ഈസിയാണ്. ഈ സൈഡ് മൊത്തം ഈ സെക്ഷൻ ഫുള്ള് ഹാൻഡ്ലൂമാണ്. ഈ സെക്ഷൻ ഇതൊക്കെ പവർലൂമിൽ പറഞ്ഞാൽ കുറേ ഡിസൈൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ മ്യൂറൽ ടൈപ്പ് ഡിസൈൻസ് വരുന്നതാണ്. ഇത് മ്യൂറൽ സാരീസ് വരുന്നതാണ്. നമ്മുടെ കൃഷ്ണൻ്റെ ഒക്കെ വർക്കായിട്ട് ഇത് മുന്താണി വരും. സൈഡ് ഫുള്ളായിട്ട് ഈ വർക്ക് ഉണ്ടാവും. എനിക്കെന്തിനാ വേണ്ട സൗണ്ട്. ഇനി ഇതിൻ്റെ തന്നെ അതിൽ തന്നെ ഒരു 10-15 ഡിസൈൻസ് വരും. ഇതിന് തന്നെ
ഈ സിൽവറിൽ ബ്ലാക്ക് പാറ്റേണിൽ വരണതാണ്. പിന്നെ അതേ സിൽവർ കോമ്പിനേഷനിൽ ഇതാകുമ്പോൾ കളർ ടച്ച് വരണതാണ്. ഇത് കരയിലും വർക്ക് വരും, സൈഡും വർക്ക് വരും. ഇതൊരു നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡിസൈൻസ് ഉണ്ട്. ഒരു ദിവസം പോരാ ശരിക്കും പറയുന്നത് നോക്കാൻ. ഇതാകുമ്പോൾ അതിൻ്റെ തന്നെ കുറച്ച് നല്ലോണം വർക്ക് വേണ്ടെന്നുള്ളവർക്ക് കുറച്ച് സിമ്പിളായിട്ട് വരുന്ന ബ്ലാക്കിലല്ല. അതെ, അതായത് സിമ്പിൾ ഡിസൈൻസ് അറിയണവർക്ക്. ബർത്ത്ഡേ ആണ്, നല്ലൊരു സാരി എടുക്കണം, അതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാരി എന്നോട് ഗിഫ്റ്റ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ സാരി ആയതുകൊണ്ട് കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതാണെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്യണം, നമ്മുടെ ബീഡ്സ് വർക്കൊക്കെ ചെയ്യണം. ഇത് നിങ്ങൾ ഡിസൈൻ ഏതെങ്കിലും അയച്ചാൽ ഇതേമാതിരി നമുക്ക് നിങ്ങൾ പറയണ മാതിരി സാരി ഫുള്ളും ചെയ്തുതരാം. സാരി ആയാലും സെറ്റുമുണ്ടായാലും പട്ടുപാവാട ആയാലും ധാവണി ഏതായാലും ചെയ്തുതരാൻ പറ്റും. എല്ലാത്തിനും സമയമാണ് വിഷയം. പെട്ടെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല, അതാണ് ഇതിലൊരു വിഷയം. ഇതൊക്കെ ആണെങ്കിൽ ഒരു 5 ദിവസം 6 ദിവസം. ഡ്രസ്സ് എടുക്കാൻ പോകണമെങ്കിൽ വിസ്തരിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ നമ്മൾ എവിടെ കടയിൽ പോകണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് വൃത്തിയായി നോക്കി മനസ്സിലാക്കി മേടിക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ കടയാണ്, ഫ്രണ്ടാണ്, അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യമായിട്ടും പറഞ്ഞു തരുന്നുണ്ട്. പരമാവധി എല്ലാവരും വേറൊരു പാറ്റേൺ. ഇതൊക്കെ നമ്മൾ 15 വാഷ് വരെ ഗ്യാരണ്ടി തന്നെയാണ്, ആരും പറയില്ല. 15 വാഷിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ റിട്ടേൺ എടുത്തോളം പറഞ്ഞു കൊടുക്കണം. അതായത് നമ്മുടെ കടയിൽ ക്വാളിറ്റി മെയിനാണ്. ക്വാളിറ്റി ഇല്ലാത്ത പറഞ്ഞു കൊടുക്കും, ഉള്ളതിനെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും. അതാണ് നമ്മൾ കൊണ്ടുപോയിട്ട് 15 ദിവസത്തിനുള്ളിൽ ഇതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കുന്നതാണ് പറയുന്നത്. 15 ദിവസമല്ല, 15 വാഷ് വരെ. 15 വാഷ്, അത് ശരി. 15 വാഷ് വരെ ഇതൊരു കംപ്ലൈൻറ്റും ഇതുവരെ ആരും വന്നിട്ടുമില്ല, ഒന്നും ആയിട്ടില്ല. നമ്മൾ അത്രയ്ക്ക് ഉറപ്പായിട്ടാണ് ചെയ്യണം. പിന്നെ ഇതിൽ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു 800-900 രൂപ റേഞ്ചിൽ വരുന്നതാണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് വില കുറവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും. എന്നാൽ ഇതിൽ തന്നെ 3-4 ക്വാളിറ്റി വരെ ചെയ്യാൻ പറ്റും. ഇത് കുറച്ചും കൂടി നമ്മുടെ പ്രിൻറ്റിങ് ഇതൊക്കെ കുറച്ചും കൂടി ഇത് കൂട്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ 600 ചെയ്യാൻ പറ്റും, 200 ചെയ്യാൻ പറ്റും, 100 ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ടാവും. കസ്റ്റമർക്ക് ചിലവർ പറയും ക്വാളിറ്റി കുറഞ്ഞാലും എനിക്ക് വില കുറവ് മതി എന്ന് പറയും. എന്നാൽ അതിനൊന്നും നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല. അതെങ്ങനെ ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല സാധനമാണെന്ന് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്നൊക്കെ ഹാൻഡ്ലൂം പവർലൂം അല്ല, ഇതൊക്കെ കംപ്ലീറ്റ് പവർലൂമാണല്ലേ. ഹാൻഡ്ലൂമിൻ്റെ ഹാൻഡ്ലൂം അങ്ങനെ കൂടുതൽ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ആൾക്കാർ ഹാൻഡ്ലൂം എന്ന് പറയും. എന്നാൽ ഹാൻഡ്ലൂം ഒന്നും ഇത്രയ്ക്കൊന്നും സ്റ്റോക്ക് വെക്കാൻ പറ്റില്ല. ഇത് വെച്ചാൽ ഇതിപ്പോൾ പവർലൂമാണ്. ഇത് ഇത്രയും വെറൈറ്റീസ് വെക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഹാൻഡ്ലൂം വെറൈറ്റീസ് നമുക്ക് വെക്കാൻ പറ്റില്ല. പറയുമ്പോൾ നമ്മൾ ഹാൻഡ്ലൂമാണെന്ന് എല്ലാവരും പറയുന്നു മാത്രം. ഇത്രയും കളക്ഷൻസ് ആണ് നമുക്കിവിടെ കടകളിലുള്ളത്. ഓരോ കളക്ഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എംബ്രോയിഡറിയിൽ ഒരു 10-30 വെറൈറ്റീസ് ഉണ്ടാവും. നിങ്ങളുടെ റേഞ്ചിനനുസരിച്ചിട്ടുള്ള 450 രൂപ തൊട്ടിട്ട് നിങ്ങൾക്ക് എംബ്രോയിഡറി 1500 രൂപയിൽ എംബ്രോയിഡറി സാരികളുണ്ട്. ഇതൊക്കെ എംബ്രോയിഡറി സാരികളാണ്. അല്ല, സാരിയൊക്കെ കാണിച്ചോ? നിനക്കൊരു സാരി എടുക്കണ്ടേ? ഇതാകുമ്പോൾ നമ്മുടെ പ്രിന്റഡ് സാരിയിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യണം. നമ്മുടെ കേരള ട്രഡീഷണൽ സാരിയിൽ കളർ ആക്കിയിട്ട് ചെയ്യും. കളർ സാരിയിൽ എങ്ങനെ വരാം, നമ്മൾ കേരള ട്രഡീഷണലിൽ കളർ ടിഷ്യൂ ആക്കിയിട്ട് ചെയ്യുന്നതാണ്. ടിഷ്യൂ മോഡൽ ഉള്ളിലും കംപ്ലീറ്റ്. ഇതുപോലെ തന്നെ വെറൈറ്റിയാണ് ഇത് മൊത്തം. അതിൽ സാരീസ് മാത്രമേ ഉള്ളൂ, സെറ്റ് മുണ്ടുണ്ടോ? സെറ്റ് മുണ്ട് താഴത്താണ്. ഇതൊക്കെ നമ്മുടെ പുതിയ വെറൈറ്റീസ്. ഫുൾ ഡോട്ട്സ് ഉണ്ടായിട്ട് വരുന്നത് സാരി. 20 ഡിസൈൻ എടുത്ത് വരും. ഓരോ ഡിസൈൻസാണ്, ഓരോ സെക്ഷൻ. ഇപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരേമാതിരി ഓരോ സെക്ഷനിൽ. അത് ശരി. ഇത് ലക്ഷ്യ പറയണ കാവ്യമാധവന്റെ ലക്ഷ്യ പറയണ ഒരു ബ്രാൻഡ് അല്ലേ?
നമ്മുടെ ബോർഡിൽ കാണാൻ പറ്റും. ബോർഡിൽ സെയിം ഡിസൈൻ ആണ്. നല്ലൊരു ഡിസൈനാണ്. പുതിയൊരു വെറൈറ്റി ആണ്. കണ്ടില്ല ಎಲ್ಲ ಬಂದೆ. ഒരു പുതിയൊരു മോഡൽ മുന്താണി ഇങ്ങനെ വരും. സൈഡും വർക്ക് ഉണ്ടാവും. സൈഡും ചെസ്റ്റിൻ്റെ അവിടെ ഈ ഹെവി വർക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മുന്താണി ഇങ്ങനെ വരും. പിന്നെ നിങ്ങൾ ഉടുത്ത് വരുമ്പോൾ 1 ലെയർക്ക് ആ ഷേപ്പിൽ പീര് കംപ്ലീറ്റ് ഇങ്ങനെ ഇവിടെ വിടർന്ന് നിൽക്കണ കാര്യമുണ്ടാവും. ഡിസൈൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കൊടുക്കാൻ പറ്റും. കളക്ഷൻസ് നോക്കി അപ്പോൾ ഇനി താഴത്തും കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. നമ്മൾ മുകളിൽ താഴത്തേക്ക് ഇറങ്ങിയതാണ്. മുകളിലത്തെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയും കുറേ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കുറച്ച് പരിമിതമായിട്ടുള്ള കുറച്ച് കണ്ടു. ഇനി താഴത്ത് കുറച്ച് ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു 2-3 സാരി സെലക്ട് ചെയ്ത് പോലത്തെ ട്രെൻഡ് പാലക്ക മോഡല്. പക്ഷേ ഓണത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഐറ്റംസാണ് പാലക്ക മോഡലല്ലേ. പാലക്ക. അതിൻ്റെ കളേഴ്സ് എത്ര കളർ വേണമെങ്കിലും നമ്മുടെ അടുത്തുണ്ടാവും. എത്ര പീസ് വേണമെങ്കിലും നമുക്ക് ചെയ്തു തരാൻ പറ്റും. നമ്മളിപ്പോൾ ഈ കല്യാണ സീസൺ ആയപ്പോൾ കുറച്ച് വെറൈറ്റീസ് ആയിട്ട് ഈ ഡിസൈനൊക്കെയാണ് കൂടുതലും ചെയ്ത് കൊടുക്കുന്നത്. 10 പീസ് 15 പീസൊക്കെ ഒരേമാതിരിയൊക്കെ കുറേ ചെയ്ത് കൊടുക്കും. ഗണപതി ഡിസൈൻ ബേർഡ് വർക്ക് വരാം. ഗണപതി വർക്ക് അല്ലേ? അല്ല, അത് ബേർഡ് വർക്ക്. ഗണപതി വർക്ക് പേൾ വർക്കാണ്. അത് ബീഡ് വർക്കോ? ഇത് ഗണപതി വർക്ക്. ബ്ലൗസിലും വരും. വിത്ത് ബ്ലൗസ്. സ്റ്റിച്ചിങ് ഇവിടെ ഇല്ലല്ലോ. സ്റ്റിച്ചിങ് ഉണ്ട്. സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് സ്റ്റിച്ചിങ് പറഞ്ഞാൽ ചെയ്ത് തരും. പിന്നെ കളർ സാരീസാണ്. ഫുൾ കളേഴ്സ്. ഞങ്ങളുടെ മോൻ ആ ചേച്ചിയുടെ കടയിൽ നിൽക്കാൻ തുടങ്ങിട്ടോ. അതൊക്കെ കട്ട് ചെയ്തോളുന്നുണ്ട്. പട്ടുപാവാട കുട്ടികളുടെ പട്ടുപാട അല്ലേ? വേറെ ടൈപ്പാണെങ്കിൽ ഏട്ടൊന്ന് കാണിക്കും, ഞാൻ നോക്കട്ടെ. പാവാടയും ബ്ലൗസായിട്ട് ഇതെന്തായാലും കടയുടെ ഷോ കാണിച്ചു. ഇനി പർച്ചേസ് ചെയ്യണം കേട്ടോ. കുട്ടികളുടെ പട്ടുപാട. കുട്ടികളുടെ പട്ടുപാട ആയിക്കോട്ടെ. ആ, എനിക്ക് 8ൻ്റെ പണി വരുന്നുണ്ട്. എത്ര നേരം കട മൊത്തം കണ്ടു കഴിഞ്ഞു. ഇപ്പം ഇനി പർച്ചേസ് ചെയ്യാനുള്ള പരിപാടി ആണല്ലേ. കുട്ടികളുടെ പട്ടുപാട എന്ന് പറഞ്ഞിട്ടുണ്ട്.
സ്റ്റിച്ച് ചെയ്തതാണ് നമ്മൾ പറഞ്ഞത്. പ്രൈസ് പറയുന്നത് സൈസും കറക്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കിട്ടും. മെറ്റീരിയൽ ഇതിൻ്റെ നല്ല ക്ലോത്ത് ആട്ടോ. ഇത് ഹാൻഡ് വർക്ക് ഇങ്ങനെ ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ ഡിസൈൻ. പിന്നെ അതുപോലെ തന്നെ ഈ തുണി നല്ല ഇത് ഏത് മോഡലാണ് ഈ തുണി? ഇത് നമ്മുടെ പോളിക്കോട്ടൺ പോളിക്കോട്ടൺ തന്നെയാണ്. പോളിക്കോട്ടൺ എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലിനെക്കാളും കുറച്ചുകൂടി ഫിനിഷ് ചെയ്ത മെറ്റീരിയലാണ്. ഇതാകുമ്പോൾ നമ്മുടെ ധാവണി സെറ്റാണ്. ഇത് മോഡലാണ് ധാവണി പാവാടിയും ധാവണിയായിട്ട് വരും. അത് നമ്മൾ ഇതായിട്ട് വരുന്നത് മറ്റേ ഒട്ടിക്കണത് പോലെ ഒട്ടിക്കണതല്ല. ഇത് നമ്മുടെ ഈ സ്ട്രൈപ്സ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളത് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഫ്ലീറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. ഇത് ബ്ലൗസ്. ഇത് ഇതിന് പ്രൈസ് എങ്ങനെ? ഇതിൻ്റെ പ്രൈസ് ആകുമ്പോൾ 1200 1300 രൂപ റേഞ്ചിലാണ്. 1000 സംതിങ്ങിനെ വരുള്ളൂ. അതിൻ്റെ സിൽവർ ടൈപ്പാണ് പറയുന്നത്. അതിൻ്റെ തന്നെ സിൽവർ കളർ. അവിടെ ഇത് അതിൻ്റെ വൈറ്റ് കളറ് ബോർഡർ ടിഷ്യൂ അല്ല സിൽവർ കളർ. വെറൈറ്റി കളറാണ്. ഓൾറെഡി പ്രിൻ്റാണ് കേട്ടോ. ധാവണി പറഞ്ഞില്ലേ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. പ്ലേറ്റ് എടുത്തിട്ട് ബോർഡർ റെഡ് ലൈൻ വരുന്നത്. ഇതിൽ ഏതൊക്കെ കളറാണ് വരുന്നത്? ഇതിലിപ്പോൾ സ്റ്റോക്കില്ല. 10-15 കളർ വരും. കളേഴ്സ് ആണെങ്കിൽ പോകും. പർച്ചേസ് ചെയ്തോളൂ. അതിന് വേണ്ടി വന്നു. നേരത്തെ പറഞ്ഞ ഇതാണ് എൻ്റെ ഫ്രണ്ട്, ഈ കടയുടെ ഉടമ. ഹായ്. അപ്പോൾ മണി ഇപ്പോൾ എത്തിയുള്ളൂ. മണികണ്ഠനാണ് പേര്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ സ്കൂളിൽ. മണി നമുക്ക് 2 സാരി എടുക്കാം. സാരികൾ നോക്കി നമ്മൾ ഇപ്പോൾ ഒരുവിധമൊക്കെ കവർ ചെയ്തു. മുഴുവൻ കഷ്ടിച്ച് മുഴുവൻ ഡിസൈൻസ് എടുക്കാന്ന് പറയുമ്പോൾ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇത് നമ്മുടെ ഞാൻ നേരത്തെ വീഡിയോക്കാരനെ കാണില്ല. ഞങ്ങള് ചങ്കാണ്. ഞാനൊരു ഭാഗത്ത് ഞങ്ങൾ 2 സെക്ഷനിലേക്ക് പോയി. വീണ്ടും കണ്ടുമുട്ടി. കണ്ടുമുട്ടി മാത്രമല്ല, നമ്മളിപ്പോൾ ഞാൻ ഇന്നലെ
പിറന്നാളിന് 10-ാം തീയതി ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ സാരി എടുക്കുന്നത് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം വിളിച്ച് തന്നെയാണ്. കാരണം എന്താണെന്ന് അറിയാം, മകൻ ഹാൻഡ്ലൂമിൽ നടത്തിയെന്ന് കുറേ പറയണു വരാൻ വേണ്ട. പിന്നെ ഞാൻ ഫാമിലി ആയിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടായിരുന്നു, ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ വന്നു, നമ്മൾ അത്യാവശ്യം കളക്ഷൻസ് കണ്ടു. ഹാൻഡ്ലൂമിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? പുതിയ വെറൈറ്റീസ് നോക്കിക്കോളൂ. ഹാൻഡ്ലൂംസിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഹാൻഡ്ലൂംസ് പറയുമ്പോൾ കുത്താമ്പള്ളിയിൽ നേരെ മൊത്തം ഹാൻഡ്ലൂംസ്. കുത്താമ്പള്ളിയിൽ മാത്രം ഹാൻഡ്ലൂംസ് ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പ്രോബ്ലം തമിഴ്നാട് ചെയ്യിപ്പിച്ച് കൊണ്ടുവരുന്ന പരിപാടിയാണ്. പിന്നെ നമ്മൾ വേണ്ടപ്പെട്ട ഡിസൈൻസ് ചെയ്യുക, ഇങ്ങനെ എംബ്രോയിഡറി പ്രിൻറ്റ് പല രീതിയിലും. പ്രിൻ്റ് സെക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ചെയ്യാം. ഹാൻഡ്ലൂം നമുക്ക് സ്വന്തം തറിയുന്നുണ്ട്. ഹാൻഡ്ലൂം പോകുമ്പോൾ അതിലേക്കുള്ള കസവ് വരുന്നത് ഗുജറാത്തിൽ നിന്ന്, സൂറത്ത് പറഞ്ഞ സ്ഥലത്ത് നിന്ന്, നൂല് സേലം ആ ഭാഗത്തൊക്കെ വരുന്നത്. മൂന്നും കൂടി കൊണ്ടുവന്നിട്ട് ജോയിൻ ചെയ്തിട്ടാണ് പാവ് മടുപ്പ് ചുറ്റിയിട്ട് ഒരു പാവിൽ 6 സാരി നെയ്യാം. പിന്നെ ഒരു പാവിൽ ചുരിദാറാണെങ്കിൽ 7 എണ്ണം നെയ്യാൻ പറ്റും. ഷോള് അങ്ങനെ പല പല വെറൈറ്റീസ് ചെയ്യാൻ പറ്റും. ഹാൻഡ്ലൂം ആകുമ്പോൾ ക്വാളിറ്റി നല്ല ബെറ്റർ ആയിരിക്കും കാണുമ്പോൾ. നമ്മൾ ഉപയോഗിക്കും തോറും ക്വാളിറ്റി കൂടുന്നതാണ് ഹാൻഡ്ലൂമിൻ്റെ. അതുകൊണ്ട് ഹാൻഡ്ലൂം സാരീസാണ് മൊത്തം. സ്റ്റാർട്ടിങ് നമുക്കൊരു 1000 രൂപ മുതൽ ഒരു 15,000 വരെ ഇവിടുത്തെ റേഞ്ച്. അത് നമ്മൾ ഷോപ്പിലേക്ക് എത്തുവാണെങ്കിൽ 1000 റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഷോപ്പിലാകുമ്പോൾ ഒരു 1800 മിനിമം ഒരു 80. പിന്നെ വെറൈറ്റീസ് ഇതിപ്പോൾ ടിഷ്യൂവിൻ്റെ വെറൈറ്റീസാണ് ഇതൊക്കെ. ഇത് നോക്കുകയാണെങ്കിൽ കോട്ടൺ. ഈ ഹാൻഡ്ലൂമും പവർലൂമും തമ്മിൽ എന്താ ഡിഫറൻസ്? എന്താ അത് ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഹാൻഡ്ലൂം നമുക്ക് ഉപയോഗിക്കുന്നതോറും ക്വാളിറ്റി കൂടിക്കൊണ്ടിരിക്കും. പവർലൂം ആണെങ്കിൽ ഉപയോഗിക്കുന്നതോറും ക്വാളിറ്റി കുറയും. അതാണ് ഏറ്റവും മെയിൻ ഇതിൽ വരുന്ന വ്യത്യാസം. പവർലൂം നമുക്ക് ആദ്യത്തെ ഫിനിഷിങ് കാണുമ്പോൾ നല്ലൊരു ഇതാണ് പവർലൂമാണ്. ഫസ്റ്റ് ഫിനിഷിങ് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള പെർഫെക്ഷൻ ആയിരിക്കും. ഇത് ഉപയോഗിക്കുന്നതോറും ക്വാളിറ്റി കുറഞ്ഞുകൊണ്ട് തന്നെ വരും. അപ്പോൾ അതിൻ്റെ കോസ്റ്റിംഗ് അത്ര ഇതിപ്പോൾ ഒരു 1000 രൂപയുടെ വില വരത്തുള്ളൂ. പക്ഷേ ഇതേ സാധനം ഹാൻഡ്ലൂം എടുക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടിയും കുറച്ച് ഡിസൈൻ ഉണ്ടെങ്കിൽ പോലും ഒരു 5000 രൂപ റേഞ്ച് വരും. പക്ഷെ അത് ഉപയോഗിക്കുന്നതോറും ക്വാളിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ മെയിൻ വ്യത്യാസം. അപ്പോൾ നമ്മൾ സാരി കുറച്ചൊക്കെ കണ്ടു, അത്യാവശ്യം അറിവുകൾ നമുക്ക് മണിയിൽ നിന്ന് കിട്ടി. അപ്പോൾ നമ്മൾ വന്നത് പർച്ചേസ് ചെയ്യാൻ. ഇപ്പം 2-3 സാരി നോക്കിയിട്ട് പർച്ചേസ് ചെയ്തിട്ട് ഇതിൻ്റെ ഹാൻഡ്ലൂമിൻ്റെ ഒരു ഗോഡൗൺ ഉണ്ട്, സ്വന്തം ഗോഡൗൺ ആണ്. അവിടെ പോയിട്ട് നമുക്ക് നെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യം കാണിച്ചു തരാം. പിന്നെ പ്രിന്റിംഗ് സെക്ഷൻ ഉണ്ട്, പ്രിന്റ് ചെയ്യുന്ന കാര്യം കൂടി കാണിച്ചു തരാം. അതും കൂടി കാണുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ഒന്നും കൂടി ബെറ്റർ ആയിരിക്കുമല്ലോ കാണുന്ന കാര്യം. കാരണം മണിക്ക് സ്വന്തമായിട്ട് നെയ്ത്തറിയുടെ ഒരു ഇതുണ്ട്. കാരണം നമ്മൾ ഹാൻഡ്ലൂമിൻ്റെ നെയ്യുന്ന, അതായത് നമ്മുടെ ആൾക്കാർ നെയ്യുന്ന തറികളുണ്ട്, ഒരു സെറ്റ് ഉണ്ട്. അതേമാതിരി പവർലൂമിൻ്റെയും അതെ മെഷീൻസ് മൊത്തം തമിഴ്നാട്. അവിടെ നെയ്പ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ ഫിനിഷിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. 2 രീതിയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് നമ്മുടെ കൈത്തറി വിശേഷങ്ങളാണ്. നമുക്ക് സാരി പർച്ചേസ് ചെയ്തിട്ട് നേരെ കൈത്തറി എങ്ങനെയാണ് നെയ്യണമെന്ന് നമുക്ക് കാണാം, കാര്യങ്ങൾ കാണാം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം ഇതങ്ങനെ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 2-3 സാരി എടുത്തിട്ട് വന്നു അല്ലേ? ഇതാ ഇതൊക്കെ പാക്ക് ചെയ്ത് എടുക്ക്. അപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്ത് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഓക്കെ, എന്തായാലും ഹാപ്പി. ഇതിലേക്ക് തറിയൊന്ന് കണ്ടോളൂ. നമ്മുടെ സ്റ്റാഫ് വരുന്നുണ്ട്, കൊണ്ടേ കാണിച്ചു തരും. പോയിട്ട് തറിയുടെ എല്ലാ വിശേഷങ്ങളും എടുത്തോളൂ. ഓക്കെ. അപ്പോൾ ഞങ്ങൾ പർച്ചേസിങ് കഴിഞ്ഞു. നമ്മൾ പിന്നെ പർച്ചേസിങ് കഴിഞ്ഞു കേട്ടോ. എന്താ കുറേ വലിയ കവറൊക്കെ ഉണ്ട്, അത്യാവശ്യം ബില്ലൊക്കെ ആയിട്ടുണ്ട്. ബാക്കി മകം ഹാൻഡ്ലൂംസിന്ന് നേരെ മകം ഹാൻഡ്ലൂം സ്റ്റേഷനിലേക്കാണ് പോണത്. അപ്പോൾ നമ്മൾ അവിടുത്തെ കൈത്തറി അതുപോലെ തന്നെ അതിനുള്ള കാര്യങ്ങൾ എന്തായതാന്നൊക്കെ ചോദിച്ച് അവരോട് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പോയിട്ട് എടുക്കുക, അതുപോലെ തന്നെ ഹാൻഡ്ലൂം എടുക്കണം അല്ലെങ്കിൽ പവർ സെറ്റിൽമെൻറ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് എടുക്കുക എന്നല്ലാണ്ട് ഇതിൻ്റെ ഹാൻഡ്ലൂമാണ് പവർലൂമാന്ന് തന്നെ എനിക്ക് വലിയ ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ സാരീസൊക്കെ കണ്ടപ്പോൾ തന്നെ കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഭംഗിയുണ്ട്. അപ്പം ഇതിൻ്റെ പിന്നമ്പറ കാഴ്ചകൾ എന്താണെന്നൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് മറ്റേ കൈത്തറി ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ മകം ഹാൻഡ്ലൂംസിൻ്റെ കൈത്തറി സെക്ഷൻ കേട്ടോ. ഇതാണ് നമ്മുടെ കൈത്തറി ചെയ്യുന്നത് കണ്ടില്ലേ? എന്താ ചേച്ചിയുടെ പേരെന്താ? ചെല്ലമ്മ. നമ്മുടെ ചെല്ലമ്മ ചേച്ചി ഇതാണ് നല്ല അടിപൊളി സെറ്റ് സാരി നെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ കസവായിട്ട് കാണുന്ന നൂലിനെ ചുറ്റിട്ടിരിക്കുന്നില്ലേ?
അപ്പോൾ നമ്മൾ കൈത്തറിക്ക് വേണ്ടിയുള്ള അതാണ് സെറ്റ് സാരിയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മളെല്ലാവരും മേടിച്ചു കൊടുക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു സാരി നെയ്യ് എത്ര ദിവസം എടുക്കും? 4 ദിവസം എടുക്കും. ഇപ്പൊ നിങ്ങൾ ഒരു റോളിൽ ഇപ്പൊ എത്ര സാരി ഉണ്ടാവും നമുക്ക് കിട്ടുക? ഇത് 6 സാരി. 6 സാരി. അപ്പൊ ഇങ്ങനെ ഒരു റോള് 6 സാരിയാണ് അവർ നെയ്യണത്. അതൊരു റോള്. ഡിസൈൻ എടുക്കാൻ 2 ദിവസമാവും. ഡിസൈൻ എടുക്കണമെങ്കിൽ 2 ദിവസമാവും. ഡിസൈൻ ചെയ്യുന്നതിന് 2 ദിവസമായി വരും. പിന്നെ ഇവിടെ ഇരുന്നൊരു ഡിസൈൻ ഉണ്ടല്ലോ ഇതുപോലെ ഇവിടെ ഉണ്ട്. ഇത് മുട്ടായി എടുക്കേണ്ടത് ഒക്കെ ചെയ്യുമ്പോൾ 2 ദിവസമാവും. 2 ദിവസമാവും. പിന്നെ ബാക്കി സാരി നെയ്യുമ്പോൾ അവിടെ മുട്ടായി എടുക്കണം. അതുകൊണ്ടിട്ട് അത് 2 ദിവസമാവും. ഇതിൽ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ സമയം എടുക്കും. ഇതുപോലെ ചെയ്യണോ? ചെയ്യുന്നു. ഇതുപോലെ ചെയ്തെങ്കിൽ സാരി സെറ്റ് മുണ്ടിന് ഇതേപോലെ തന്നെ അല്ലേ? കെട്ടുപുണ്ട് ഇവിടെ ഇല്ല. ഇല്ല. ചുരിദാറുണ്ട്, ചുരിദാർ, സാരി. സാരി. കടയിലേക്ക് പോയെങ്കിൽ എല്ലാ സാധനം കിട്ടും. എന്താ? നിങ്ങൾ കടയിലേക്ക് പോകുമ്പോൾ എല്ലാ സാധനം കിട്ടും. കിട്ടും. സാരി, കസവ് സാരി ഒക്കെ കിട്ടും. എല്ലാം കിട്ടും. കാലും കൈയും അതേപോലെ ഒരേപോലെയാണ് അവർ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സാരി ചെയ്യാൻ ഇപ്പോൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുക ഡിസൈനാണ് സാരികൾ. നമ്മൾ ബാക്കിൽ നിന്ന് മാത്രം സാരി ചെയ്യാൻ പറ്റും, ഫ്രണ്ടിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. ചെയ്യുമ്പോൾ ബാക്കിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. ഇത് സാരിയുടെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്യാൻ പറ്റും, ഫ്രണ്ടിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. ഇത് കോർത്തെടുക്കണതാണ്. ഇതെന്താ വെച്ചാൽ ഇപ്പോൾ മുകളിൽ അട്ട കണ്ടില്ല, ഇതിലാണ് ഡിസൈൻ വരിക. നമ്മുടെ ഈ ഓട്ടയായിട്ടുള്ളതിൽ ഈ സാധനത്തിലാണ് ഇതിലാണ് ഡിസൈൻ വരിക. അപ്പോൾ നമ്മളിവിടെ ഡിസൈനിന് വേണ്ടിയിട്ട് ചവിട്ടാൻ വേണ്ടിയിട്ട് വന്നില്ല. അപ്പോൾ ഇവിടെ പൊന്തി വരും. ഇവിടെ ഇങ്ങനെ പൊന്തി വരുമ്പോൾ നമ്മൾ ഇതെന്താ വെച്ചാൽ ആ ഓട്ടയിലുള്ള ഓരോ ഡിസൈനാണ്, അതിനനുസരിച്ച് ഈ നൂലുകൾ പൊന്തും. ഇതൊക്കെ ഓരോ നൂലിലേക്ക് ജോയിൻ്റ് ആക്കി കെട്ടിയിട്ടിരിക്കും. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇട്ടിട്ട് പുറത്തെടുക്കും. ഇങ്ങനെ എന്താ വെച്ചാൽ ഒരു ഡിസൈനിൽ ചിലപ്പോൾ 1000 വട്ടം ചവിട്ടേണ്ടി വരും. അപ്പോൾ 1000 വട്ടം ഇങ്ങനെ കാലും കൊണ്ട് ചവിട്ടി കൈ കൊണ്ട് പുറത്തെടുക്കണം. നിസ്സാര പണി. നമ്മൾ കാണുമ്പോൾ ഡിസൈൻ ഇങ്ങനെ കാണണ്ട, എന്നാൽ ഡിസൈൻ എടുക്കുമ്പോൾ അത്രയ്ക്കും വർക്ക് ഉണ്ട്. നമ്മൾ സിമ്പിളായി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഭംഗിയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇതാണ്. അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഹാർഡ് വർക്ക്. ഇതാണ് നമ്മൾ അതിൻ്റെ ഉള്ളിക്കിടണ, ഇതാണ് നമ്മളെ നൂല്. ഈ നൂലിനെ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ജോയിൻ ചെയ്തിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ചലിപ്പിക്കുക. ഇതാണ് ചലിപ്പിക്കാൻ ഇതിൻ്റെ ഈ നൂലിട്ടിട്ട് നൂല് ചവിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ പൊന്തും. ഇങ്ങനെ ചവിട്ടുമ്പോൾ അതിങ്ങനെ പൊന്തും. അപ്പോൾ ആദ്യം ഒരു വട്ടം ഇങ്ങോട്ട് പോകും, ഇങ്ങനെ വരും. അപ്പോൾ പൊന്തണതിനനുസരിച്ച് നൂല് മാറിക്കൊണ്ടേയിരിക്കും. ആണ് ഹാൻഡ്ലൂം സെക്ഷൻ. നമ്മൾ കാണണം അതില്ല. നമ്മളൊരു സാരി മേടിക്കുമ്പോൾ ഇത്ര രൂപ നമ്മൾ കടയിൽ ചെന്ന് പറഞ്ഞു ഇത്ര രൂപയുള്ളതാണ് ഇത്ര രൂപയുണ്ടെന്ന് ചോദിക്കില്ല. ഇതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് ഈ കാണുന്നത്. കാരണം എത്രയോ പേര് അധ്വാനമാണ് നമ്മളിപ്പോൾ നിസ്സാരമായിട്ട് കടന്ന് മേടിക്കണം. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. ഞങ്ങളിപ്പോൾ സാരി എടുക്കാൻ വന്നപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ചു. അവരെ സ്വന്തം കയറ്റില്ല മകം ഹാൻഡ്ലൂമിൻ്റെ സ്വന്തം മകം സങ്കടങ്ങളും കാര്യങ്ങളും ചേച്ചി പറയും. അല്ല ഞങ്ങൾ അത്രയ്ക്ക് കഷ്ടപ്പെടുന്നേ അവിടെ സാരിക്ക് വിലവാകും. അപ്പോൾ പറയുമ്പോൾ അയ്യോ ഇത്ര വില അങ്ങനെ പറയൂ. ഇത് എത്ര കൊല്ലത്തിന് വരും അറിയോ? ആ പവറിലും അത്രയ്ക്ക് കൊല്ലത്തിന് വരില്ല. അത് 1 കൊല്ലം 2 കൊല്ലം തന്നെ.
അവരുടെ ബുദ്ധിമുട്ടാണ് അവർ പറയണത്. കാരണം നമ്മൾ പവർ ലൂം മേടിക്കുമ്പോൾ നമുക്ക് വലിയ ഗുണം ഒന്നും വരുന്നില്ല. പക്ഷെ ഇവരുടെ ഈ ബുദ്ധിമുട്ടാണ് വെച്ചാൽ കാലും കൈയും ഒരേമാതിരി. ഇതിന്റെ വർക്കിന് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് അവർ. അതുമാത്രമല്ല അതിന്റെ ഒരു ഈ വർക്കിന് അവർക്കൊരു എത്ര വേണമെങ്കിലും അവർ ഗ്യാരണ്ടി നൽകുന്നുണ്ട്. ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം ഇതേപോലെ ഇരിക്കുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട്. ഇങ്ങനെ ഉണ്ടാവോ? അത് പവറിലും അങ്ങനെയില്ല, അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പോവേ. അതായത് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ലൂം ചുരുങ്ങി പോവും. പക്ഷേ ഇത് അങ്ങനെ പോവില്ല. കാരണം എന്ന് വെക്കണം അതേ നമ്മൾ പരമാവധി നമ്മൾ യൂസ് ചെയ്യണം വന്നിരിക്കും. അതിൻ്റെ ബുദ്ധിമുട്ടും അപ്പം നമ്മൾ കണ്ടില്ല. ഇപ്പോൾ അവർ എത്ര കഷ്ടപ്പെട്ടാണ് നെയ്തിരുന്നത്. നമ്മൾ നിസ്സാരമായിട്ട് കടകളിൽ ചെന്ന് വില പേശുമ്പോൾ പോലും ശ്രദ്ധിക്കണം. കാരണം ഇത്രയും തൊഴിലാളികൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുക. അത്രയും കഷ്ടപ്പാണ്. അപ്പോൾ അത്യാവശ്യം പ്രായമുണ്ട് അമ്മയ്ക്ക്. അപ്പോൾ അവർ അപ്പോൾ ലാഭം പറയില്ലാണ്ട് കഷ്ടപ്പെട്ടാണ്. എത്ര കൊല്ലമായിട്ടുണ്ടാവും ഇവിടെ? ഇപ്പം എത്ര കൊല്ലമായിട്ടുണ്ടാവും ഇങ്ങനെ ഈ വർക്ക് തുടങ്ങിയിട്ട്? ചെറിയ കുട്ടി. ഈ ഭാഗം എല്ലാവർക്കും അത് ഇങ്ങനെ തന്നെയാണ് അല്ലേ? ഈ ഭാഗത്തുള്ളവരൊക്കെ ഇടയിൽ ചെയ്യേണ്ട ആളുകളുമുണ്ട്. ഞങ്ങൾ ചെറിയ കുട്ടിയിലെത്തിട്ട് ചെയ്തതാണ്. ഇവിടെ ഈ നാട്ടിലേക്ക് ഞാൻ വന്നിട്ട് 28 കൊല്ലമായി. 28 കൊല്ലമായോ? തമിഴ്നാടായ അപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് അതൊക്കെ പഠിച്ചത്? അല്ലല്ല, അത് മെയിൻ സ്ഥലം അങ്ങനെ അവിടെ നെയ്യുന്നത് ഡബിള്. അവിടെ നെയ്യുന്നത് അവിടെ സാരി ഇല്ല, ഡബിൾ തന്നെ നെയ്യുണ്ട്. അവിടെ ഇരുന്നിട്ട് ഇവിടെ വന്നിട്ട് തന്നെ സാരി നെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഒരു സാരി പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നു. നമ്മൾ അതിൻ്റെ എങ്ങനെയാണ് ഉത്ഭവിക്കുക, എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കുത്താമ്പളി വരുമ്പോൾ നമ്മുടെ മകം ഹാൻഡ്ലൂംസിൽ കയറുക, നല്ല നല്ല സാരികൾ എടുക്കുക. അത് ഹാൻഡ്ലൂം തന്നെ വാങ്ങുക. കാരണം ഇത്രയും തൊഴിലാളികൾ ഇതിൻ്റെ ഇടയിൽ കഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർ വിഷമം നമ്മൾ കണ്ടു. അപ്പോൾ എല്ലാവരും ഹാൻഡ്ലൂം തന്നെ പരമാവധി യൂസ് ചെയ്യുക. കാരണം അത്രയും തൊഴിലാളികൾ നമ്മൾ നിസ്സാരമായിട്ട് കളർ ചെയ്ത് അതിന് ഇത്ര ഉണ്ടോ അല്ല, അതിൻ്റെ പിന്നിൽ കുറേ കഷ്ടപ്പാടുകളുണ്ട്. ഞാനൊരു സാരി എടുക്കാൻ വേണ്ടി ഞാനത് അന്വേഷിച്ച് പോയതാണ്. അത് മാത്രമല്ല പവർ ലൂമിന് അത്രയ്ക്കുള്ള ക്വാളിറ്റിയാണ് പറയണത്. അപ്പോൾ നമുക്ക് ഇത്രയും കാലം അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള സെലക്ട് ചെയ്ത് എടുത്തിരുന്നത്. അപ്പോൾ അതായത് കൈത്തറി വെറും കോട്ടൺ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ക്വാളിറ്റി നിൽക്കുന്നവർ പറഞ്ഞത്. കോട്ടൺ എടുത്താണ് കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വാച്ച് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേമാതിരി നമ്മൾ ഈ മകം ഹാൻഡ്ലൂംസിൻ്റെ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. വെഡ്ഡിങ് അതേമാതിരി എന്ത് വിശേഷനും വരുന്നുണ്ടെങ്കിൽ കുത്താമ്പളി വരുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നല്ല നല്ല കളക്ഷൻസ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ഒരു 20 ദിവസം മുന്നേ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഡിസൈൻ അവർ തയ്യാറാക്കി തരും. എങ്ങനെയാണെന്ന് വിളിച്ച് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേണ്ട ഹോൾസെയിലും റീറ്റെയിലും. ഹോൾസെയിലായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും, റീറ്റെയിലായിട്ട് അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഹോൾസെയിലായിട്ട് നമുക്ക് കൊടുക്കും. ഒരു കല്യാണ വർക്കിനൊക്കെ കല്യാണ ഫംഗ്ഷനൊക്കെ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ അത്യാവശ്യം എടുക്കുന്നുണ്ട്. അവർ ഹോൾസെയിലായിട്ട് തന്നെ ചെയ്തു തരും. അപ്പോൾ എല്ലാവരും ആവും. അപ്പോൾ എല്ലാവരും വരുമ്പോൾ അതിപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എത്ര പേര് കാണുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ കണ്ട് ഇതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും മനസ്സിലായി ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതായത് നമ്മുടെ ഈ നെയ്ത്ത് തൊഴിലാളികളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക, അവരെ സഹകരിക്കുക. അതേമാതിരി ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.